ഹലോ ഗീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാള സിനിമയിലെ ഒരു നടി ഐശ്വര്യലക്ഷ്മി ഒരു ഇനാഗ്രേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയാണ്. കാരണം അവർ അഭിനയിച്ചിട്ടുള്ള സിനിമയൊക്കെ ഒരുവിധമൊക്കെ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടിയായിരുന്നു. പക്ഷെ ഇവർ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷൻ എത്തിയപ്പോൾ അവരുടെ വസ്ത്രധാരണം കണ്ടപ്പോഴത്തേക്കും ഒരു ഒരു ഇഷ്ടക്കേട് തോന്നി കേട്ടോ. കാരണം നമുക്കറിയാം പല മലയാള സിനിമ നടിമാരും ഇപ്പോൾ അഭിനയത്തെക്കാൾ കൂടുതൽ അവർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഇനാഗ്രേഷൻസിനാണ്. കാരണം ഇവരൊക്കെ വലിയ നടിമാരായതുകൊണ്ട് തന്നെ ഒരു ഇനാഗ്രേഷനൊക്കെ നല്ല രീതിയിൽ പണം അവർക്ക് കിട്ടും. അങ്ങനെ സിനിമയിലൊന്നും അഭിനയിക്കാതെ ഇനാഗ്രേഷനുമായിട്ട് മാത്രം നടക്കുന്ന ഒന്ന് രണ്ട് നടിമാരുണ്ട്. നമ്മുടെ അന്ന രാജൻ, ഹണി റോസ്, അങ്ങനെയുള്ള ചില നടിമാര് ഇപ്പൊ സിനിമയിലൊന്നും അഭിനയിക്കാതെ ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു വരുമാന മാർഗം, ഇനാഗ്രേഷൻസ് ഒക്കെ. അപ്പൊ അതുപോലെ ഈ ഐശ്വര്യലക്ഷ്മിയും കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു മോഡേൺ ഡ്രസ്സൊക്കെയാണ് അവർ ഇട്ടിരുന്നത്. ഇപ്പൊ എത്രയൊക്കെ ഒരു വസ്ത്രധാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഇതുപോലെ പബ്ലിക് ആയിട്ടുള്ള പരിപാടിക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഇന്നത്തെ കാലം സോഷ്യൽ മീഡിയ കാലമാണ്. എവിടെ ഏത് നടി അല്ലെ എന്ത് സംഭവം ഉണ്ടായാലും അവിടെ ഒരുപാട് മീഡിയക്കാരുണ്ടാവും. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഇനാഗ്രേഷൻസ് നടിമാരൊക്കെയാണ് വരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മീഡിയക്കാർ അവിടെ തലേ ദിവസം തന്നെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഈ ഐശ്വര്യലക്ഷ്മി ഇനാഗ്രേഷൻ എത്തുന്നു, കുറേ അധികം മീഡിയക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മീഡിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്തായിരിക്കും? നടിയുടെ ശരീരഭാഗങ്ങളൊക്കെ തന്നെയായിരിക്കും. അതിൽ വരുന്ന നടി കുറച്ചൊരു മോഡേൺ ലുക്കിലാണ് വരുന്നതെങ്കിൽ തീർന്നു. പിന്നെ ആ നടിയുടെ വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം എടുത്ത് അവർ നല്ല രീതിയിൽ അങ്ങ് പ്രദർശിപ്പിക്കും. അപ്പൊ ഐശ്വര്യലക്ഷ്മിയുടെയും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവർ ഇട്ടിരുന്ന ഡ്രസ്സിനൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ അവരുടെ ആ ഒരു ഡ്രസ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറച്ചു വെക്കേണ്ട ആ ഒരു ഭാഗം തന്നെ നല്ല രീതിയിൽ അങ്ങ് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വേഷം ധരിച്ച് അവരവിടെ എത്തുന്നു. സ്വാഭാവികമാണ്, കാരണം ഇവരെയൊക്കെ വലിയ നടിമാരല്ലേ. അപ്പൊ ഇതുപോലുള്ള ഇനാഗ്രേഷൻ ഒക്കെ വരുമ്പോൾ നാലാളൊന്നും ശ്രദ്ധിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരണ്ടേ. അങ്ങനെ നല്ല രീതിയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവര് വന്നത്. ഇവരുടെ ഈ ഒരു വീഡിയോസിന്റെ ഒക്കെ താഴെ ഇവരുടെ ഇനാഗ്രേഷൻസിന്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ താഴെ വന്നിരിക്കുന്ന കമന്റ് പകുതി മുക്കാലും ഇവരെ ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം എന്താ? അവരുടെ വസ്ത്രധാരണം തന്നെയാണ്, അവർ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്ന ഭാഗത്തെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും നല്ല രീതിയിൽ അങ്ങ് കമന്റ് ഇട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്നവരെയും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇമ്മാതിരി അപരാധങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയക്കാരൊക്കെ ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും. നമ്മളിപ്പോ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റയില് ഫേസ്ബുക്ക് ഒക്കെ നോക്കുന്ന സമയത്ത് ഇതുപോലുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും സാമാന്യ ബുദ്ധിയും ബോധമുള്ള ആൾക്കാർ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല തേറി കമന്റ് തന്നെ എഴുതും. കമന്റ് ഇടുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെയൊക്കെയുള്ള വേഷം കെട്ടി വരുമ്പോഴത്തേക്കും ആൾക്കാർ പറയും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ ഇടാതിരിക്കുക. അപ്പോ ഇവരെ അടുത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അതിഥി മിസ് ഐശ്വര്യലക്ഷ്മി മാമിനെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. മാർ ബാക്കിലോട്ട് മാർ, ഡോർ തുറക്കട്ടെ. അപ്പൊ കണ്ടല്ലോ, ഇതാണ് ഐശ്വര്യലക്ഷ്മിയുടെ ആ ഒരു ലുക്കൊക്കെ കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഒരു വെട്ട്, അതാണ് പ്രശ്നം. അത് നന്നായിട്ട് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മെയിൻ ആയിട്ടും എവിടെ എന്ത് ഇനാഗ്രേഷന്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസോ അല്ലെ നടിമാരോ ഒക്കെ എത്തുവാണെങ്കിൽ അത്യാവശ്യം വൾഗർ ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചാണ് എത്തുന്നത്. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാളൊന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ വരണം. അപ്പോൾ ഈ ഒരു നടിയും ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഇങ്ങനെ ഒരു ഡ്രസ്സ് ധരിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ അവരൊന്നും വിചാരിച്ച് കാണത്തില്ല. അവർക്ക് കംഫർട്ട് എന്ന് തോന്നിയ ഒരു ഡ്രസ്സ് അവർ ധരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലുള്ള പൊതുസ്ഥലങ്ങളിലേക്ക് ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആൾക്കാരുടെ വായിക്കുന്ന കമന്റുകൾ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരും. ഇത് കമന്റ് ഇടുന്നവരെയും നമുക്ക് ഒരു പരിധി വരെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് നമ്മൾ തുറക്കുമ്പോൾ, ചിലപ്പോൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒക്കെ തുറക്കുമ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് വരുന്നതെങ്കിൽ അത് കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും. അത് കാണുമ്പോൾ ചില ആൾക്കാർ കമന്റ് ഇട്ട് പോകും.
എനിക്കും ആ ഒരു ഐശ്വര്യലക്ഷ്മിയുടെ ആ ഒരു വേഷവും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ ഒരു വെട്ട് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ ബോറാണ്. ഇപ്പോ ഇവര് പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വരുന്നത് അവരുടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് കണ്ട് കമന്റ് ഇടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള കമന്റുകളും ഇതുപോലുള്ള ആൾക്കാരുടെ ആ ഒരു പ്രതികരണമൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം. അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചൊക്കെ വരാവൂ. ഇപ്പൊ ഹണി റോസ്, അന്നാരാജനൊക്കെ എവിടെ ഇനാഗ്രേഷൻ വന്നാലും എന്റെ പൊന്നോ ഒരുമാതിരി ഉന്തി പിടിച്ച് തള്ളി പിടിച്ചൊക്കെ ആയിരിക്കും അവർ ഓരോ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എത്ര ബാഡ് കമന്റ് കേട്ടാലും എത്ര സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നാലും അവർക്കതൊരു പ്രശ്നമില്ല. കാരണം അവർക്കതൊരു ശീലമായി. അവർക്കറിയാം നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വന്നാലൊന്നും റീച്ച് കിട്ടില്ല, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. കുറച്ചൊന്ന് വൾഗറായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു വന്നാലേ ആൾക്കാർ നോക്കുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ദേഹത്ത് ഒരാൾ തൊട്ടു എന്ന് വയ്ക്കുക. നമ്മുടെ അനുവാദം ഇല്ലാതെ തൊട്ട് കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ് അല്ലേ. അതുപോലെ നമ്മളൊരു നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ആരും നമ്മളെ അനാവശ്യമായി നോക്കില്ല. അതേസമയം നമ്മൾ കുറച്ചൊന്ന് പ്രദർശിപ്പിച്ച് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് പ്രദർശിപ്പിച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആൾക്കാർ നോക്കും. കാരണം എന്താ, നമ്മൾ അതുപോലെ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ നോക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തിനാണ് ഇതുപോലെ ആൾക്കാരുടെ ചീത്തയും തെറിയൊക്കെ കേൾക്കുന്നത്? അത്യാവശ്യം മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് വന്നാൽ പോരെ ഇതുപോലുള്ള ഇനാഗ്രേഷൻസിനൊക്കെ. നമുക്കറിയാം ഈ ഐശ്വര്യലക്ഷ്മി എന്നൊക്കെ പറയുമ്പോൾ അവര് നല്ലൊരു നടി തന്നെയാണ്. അവർ എന്ത് ഡ്രസ്സ് ഇട്ട് വന്നാലും ആൾക്കാർ അവിടെ ഉണ്ടാകും. ഇപ്പൊ ഇവരുടെയൊക്കെ ഒരു മെയിൻ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാ നടിമാരും മനസ്സിലാക്കി എവിടെ എന്ത് പരിപാടിക്ക് പോയാലും കുറച്ചൊന്ന് കാണിച്ച് ശരീരം ഒന്ന് പ്രദർശിപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടുമെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള പരിപാടിക്കൊക്കെ നടിമാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് വരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും, ഇപ്പൊ ഏതെങ്കിലും ഒരു നടനാണ് ഇതുപോലുള്ള ഫംഗ്ഷന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇനാഗ്രേഷൻ ഒക്കെ വരുന്ന സമയത്ത് അവരൊക്കെ എന്ത് കാണിക്കാനാ? അവരൊക്കെ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചേ വരാറുള്ളൂ അല്ലേ. പക്ഷെ സ്ത്രീകള്, നടിമാര്, സ്ത്രീകള്, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് ഒക്കെ എവിടെ എന്ത് പരിപാടിക്ക് വന്നാലും വൾഗറായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് എത്തുന്നത്. എല്ലാവരും അല്ല കേട്ടോ, മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിച്ച് വരുന്നവരും ഉണ്ട്. ഇപ്പൊ മഞ്ജു വാര്യറൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷന് അല്ലെങ്കിൽ ഇനാഗ്രേഷൻ ഒക്കെ വരുമ്പോൾ അത്യാവശ്യം മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് തന്നെയാണ് അവരെത്തുന്നത്. അവരൊക്കെ എവിടെയെങ്കിലും പ്രദർശിപ്പിച്ചാൽ ശരീരം പ്രദർശിപ്പിച്ച് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇവരുടെ ഈ ഒരു വസ്ത്രദാനം കുറച്ച് മോശമായി പോയി. അതുകൊണ്ട് തന്നെ ഒരുപാട് ബാഡ് കമന്റുകൾ ഇവരുടെ വീഡിയോസിന്റെ താഴെ വരുന്നുണ്ട്. കാരണം എന്ത് തന്നെയാ, അവരുടെ ആ ഒരു വസ്ത്രം തന്നെയാണ് അവർക്ക് ഇത്രയും ബാഡ് കമന്റ് കേൾക്കേണ്ടി വന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുപോലെ ഈ